ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള സദ്ഗമയ ഗ്രൂപ്പിനോടൊപ്പം കർണാടകയിലെ ഏതാനും സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ പോയിട്ടുള്ള ഒരു ക്ഷേത്രം തടാകത്തിന് നടുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെയാണ്, ഒരു ഗ്രാമത്തിലാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങളുടെ നാടിന് സമീപമുള്ള ചമ്രവട്ടത്തെ അയ്യപ്പ ക്ഷേത്രമാണ്. വർഷക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ ആ പുഴയ്ക്ക് നടുവിൽ നിൽക്കുന്ന അയ്യപ്പ ക്ഷേത്രം മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ വയൽവരമ്പത്തു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ കുട്ടിക്കാലങ്ങളെക്കുറിച്ച്. നമ്മൾ കാണാൻ പോകുന്നത് കർണാടകയിലെ അഗുംബയ്ക്കടുത്തുള്ള ഒരു ജെയിൻ ടെമ്പിളാണ്. എണ്ണൂറിലധികം വർഷം പഴക്കമുണ്ട് ഈ ജൈനക്ഷേത്രത്തിന്. തോണിയിൽ സഞ്ചരിച്ച് വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താൻ. അഗുംബയിലെത്തുന്ന ഒരുപാട് പേർ ഈ ക്ഷേത്രം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടും. ലൈഫ് ജാക്കറ്റ് ധരിച്ചു വേണം യാത്ര ചെയ്യാൻ. തിരക്കിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരും. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. തോണിയിൽ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് കാണാം. ചെറുതും വലുതുമായ മത്സ്യങ്ങൾ ഒന്നിച്ചു വന്ന് നമ്മളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയാണോ എന്ന് തോന്നിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് നീർപക്ഷികൾ നമ്മളെ തലയുയർത്തി നോക്കുന്നതും കാണാം. നമ്മൾ ആ മനോഹരമായ ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം ഒരു തടാകത്തിന് നടുവിൽ നിർമ്മിച്ചു എന്നത് അത്ഭുതം തന്നെയല്ലേ? ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഭംഗിയും തടാകത്തിൻ്റെ നീലിമയും നമുക്ക് ആവോളം ആസ്വദിക്കാം. അവിടെ എത്തിയ നമ്മളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനെന്നോണം മത്സ്യക്കുഞ്ഞുങ്ങൾ ജലത്തിന് മുകളിലേക്ക് വരും. നമ്മൾ കൽപ്പടവുകളിലിരുന്ന് തടാകത്തിലേക്ക് കൈയിട്ടാൽ നമ്മുടെ കൈകളിൽ വന്ന് അത് ഉമ്മ വയ്ക്കും. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ വരങ്ക തടാകത്തിലാണ് ഈ ജൈനക്ഷേത്രം. അലൂപ്പ രാജവംശത്തിലെ ജാക്കല ദേവി
12ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഉടുപ്പിയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. വിശാലമായ ഒരു തടാകത്തിന് മുകളിൽ തലയുയർത്തി ഒഴുകുന്നത് പോലെ നിൽക്കുന്ന ഈ ക്ഷേത്രം അതിമനോഹരം തന്നെയാണ്. അതൊരു വലിയ വിസ്മയം തന്നെയാണ്. നല്ല രസമല്ലേ? യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉടുപ്പിയിലെത്തിയാലോ അകുംബയിലെത്തിയാലോ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്.